ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് സീഡ് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കുമായിട്ടാണ്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സീഡി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് നമ്മൾ ഹാർഡായിട്ടുള്ള സീഡി ആയിരിക്കും, നമുക്കത് കട്ട് ചെയ്താൽ പോലും അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. ചില സീഡികൾ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഹാർഡായിട്ടുള്ള സീഡി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സീഡി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. ഇതിവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ട് വരണം. എല്ലാം ഒരുപോലെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് വരേണ്ട രീതിയിലാണ് എല്ലാതും വെച്ച് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ലെങ്ത്തൊന്നും ഒരുപോലെ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലുള്ള ടൂൾസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ടൂൾസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കൊന്നും വേണ്ട. നമ്മളെ എറൈസർ ഉണ്ടാവില്ലേ, പെൻസിലിൻ്റെ ബാക്കിലുള്ള എറൈസർ, അത് റൗണ്ട് ഷേപ്പിലല്ലേ, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്താണോ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഏതാണോ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ബെഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് ഏത് സൈസിലുള്ള ഡോട്ട്സ് എവിടെയൊക്കെ വരണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് ഏതൊക്കെ സൈസിലാണ് ഓരോ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഏതൊക്കെ സൈസിലാണ് വരുന്നത് എന്നുള്ളത് ആദ്യം ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ കുത്തിയിട്ട് നോക്കിയിട്ട് അതിൻ്റെ സൈസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ചെയ്ത് തുടങ്ങുക. ഇനി നമ്മളിതിൽ റെഡ് കൊടുത്തതിന് മേലെ കൂടെ ഒന്ന് വൈറ്റ് ഒന്നും കൂടെ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയ ഒരു ഇതിൽ ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനായിട്ട് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അറ്റത്ത് നമ്മൾ 3D ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അക്രിലിക് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വരച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടും ഇതുപോലെയുള്ള ഡിസൈൻസൊക്കെ ഡ്രോ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു സെയിം കളേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിൽ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ CD ഒട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഡോട്ട് ഇട്ടിട്ട് ഡോട്ടിങ് ടൂൾ വേണമെന്നില്ലേ പറഞ്ഞില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രോ ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൻ്റെ പുറത്ത് ഒന്നും കൂടി ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ലേസിൻ്റെ സ്റ്റോൺസ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി നമ്മൾ ഈ CDയുടെ ഈ അറ്റം കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് മറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ ഓരോ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വുഡൻ പീസാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ വുഡൻ പീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് എടുത്താലും മതി. ക്യാൻവാസിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. താങ്ക്